നമ്മുടെ ഫലനോപ്സിസ് പിങ്ക് പോയിട്ടിട്ടുണ്ട്. ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണെങ്കിൽ മാത്രമേ ഇതുപോലെ വലിപ്പമുള്ള പൂക്കൾ കിട്ടുള്ളൂ. അതിന് ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ ആയിരുന്നു, നല്ല ഇഷ്ടംപോലെ ഇലകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഇലകളൊക്കെ കുറവാണ്, വേരുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ചെറിയ പൂ ഉണ്ടായത്. പക്ഷെ അല്ലെങ്കിലും ഫലനോപ്സിസ് ഓർക്കിഡിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ നാൾ നിൽക്കുകയും ചെയ്യുമല്ലോ, അപ്പൊ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മൾ വളരാനായിട്ട് ഗ്രീൻ കെയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രോ എക്സൽ ഉപയോഗിക്കാം. അതുപോലെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് മച്ചുറായ ചെടികളിൽ മാത്രം പൂക്കൾ ഉണ്ടാകാനുള്ള വളം പ്രയോഗിച്ചു കൊടുത്താൽ മതി. പൂക്കൾ ഉണ്ടാവാനായിട്ട് മിറാക്കിൾ 20 ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ 15 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇട്ട് കൊടുക്കണം. അത് 25 ഗ്രാംസ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആഴ്ചയിൽ ഒരു തവണ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരു ദിവസം അടിച്ചു കൊടുക്കുക. അത് പൂക്കൾ മച്ചുറായ ചെടികൾക്കെല്ലാം പൂക്കൾക്കുള്ള വളം പൂക്കൾ ഉണ്ടാവാനുള്ള വളം കൊടുക്കണം, എന്നാലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ മീഡിയത്തിലേക്ക് നമ്മൾ വളം ചെയ്തു കൊടുത്താൽ മാത്രമേ അതിന് വളം കിട്ടത്തുള്ളൂ. അപ്പൊ മരത്തിൽ പറ്റി പിടിച്ച് വളരുന്നത് മരത്തിൽ നിന്ന് വളം വലിച്ചെടുത്താണ് വളരുന്നത്. ഇത് നമ്മള് ചെയ്തു കൊടുത്തേക്കുന്ന മീഡിയമാണ്. അപ്പൊ മീഡിയത്തിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കണം, എന്നാലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ട് വളരില്ല. പിന്നെ വെയിൽ കിട്ടണം. നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കാം, പക്ഷെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നേക്കാം. കുറച്ചെങ്കിലും വെയിൽ കിട്ടിയാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഒട്ടും വെയിൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, വെളിച്ചം മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഉണ്ടാവത്തില്ല. കുറച്ചൊരു 3-4 മണിക്കൂറെങ്കിലും അതിന് വെയിൽ കിട്ടിയിരിക്കണം, എന്നാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അതെനിക്ക് വെയിൽ കിട്ടുന്ന സമയം ഈ സമയമാണ്, അതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ സമയത്ത് ധാരാളം പൂക്കൾ കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് വെയിൽ കുറവായിരിക്കും. ഒരു മാർച്ച് വരെ വെയിൽ ഉണ്ടാവത്തില്ല. സൂര്യൻ ഇവിടെ നിന്ന് മാറി ആ വശത്തോട്ട് പോകും. അപ്പം വെയിൽ കുറവായിരിക്കും. ഇടയ്ക്ക് വൈകിട്ടത്തെ ഇച്ചിരി വെയിലേ കിട്ടത്തുള്ളൂ. ആ സമയത്ത് ഡിസംബറിലൊക്കെ പൂക്കൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഡിസംബറിലൊന്നും വെയിൽ കിട്ടത്തേ ഇല്ലെന്നോ. പിന്നെ ഇതാ ഒരു ഡെൻഡ്രോബിയം പോയിട്ടിട്ടുണ്ട് കേട്ടോ. കളർ ഇച്ചിരി ഡള്ളാണെങ്കിലും പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൂ ഉണ്ടായ പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ. ഇതിന് 2 തൈകൾ ഉണ്ടാവുന്നു പറഞ്ഞത്. ഇപ്പൊ വെയിലിന്റെ ഭാഗത്തേക്ക് വളരുന്ന കണ്ടോ. ഇതിന് മുന്നേ വേറൊരു ചെടി ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല, അതില് ഇതാ ഒരു സ്പൈക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓൾറെഡി ഒരു സ്പൈക്ക് ഉള്ളതാണ്. അതാ ഇവിടെ ഒരു സ്പൈക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. അതാ കിളിക്കൂട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തീക്ക് തീക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തോട്ട് ചെല്ലാറില്ല. അപ്പൊ ഇന്ന്